إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 195 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം വലാ തുൽഖൂ ബിഐദീകും നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഇട്ടേക്കരുത് ഇലത്തഹ്ലുക്കത്തി അതായത് ഹലാക്കിൽ ഇട്ടേക്കരുത് അതായത് നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ ഇട്ടേക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവഴിക്കാതെ കൃഷിക്ക് പിടിക്കരുത് എന്നാണ് ഈ പറഞ്ഞത്. ഈ ആയത്തിറങ്ങാനുള്ള സബബുൻ നുസൂൽ എന്താണ്? മദീനത്ത് വെച്ചുകൊണ്ട് അൻസാറുകളായ ആൾക്കാർ പരസ്പരം പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമിന് അതിന്റെ പ്രതാപം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം ഇനി നമുക്ക് മുഹാജിറുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പരസ്പരം എന്തെങ്കിലും സഹായം നൽകേണ്ടതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും സ്വയം പര്യാപ്തത വന്നിരിക്കുകയാണ് എന്നൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്തപ്പോൾ ഇറങ്ങിയ ആയത്താണ് നിങ്ങൾ മടി കാണിക്കരുത്, കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നിരന്തരം മരണം വരെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ക്ഷേമമോ ഐശ്വര്യമോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹായം നിർത്തിവെക്കാൻ പാടില്ല എന്ന് അൻസാറുകളെ പ്രത്യേകിച്ചു മുസ്ലിമീങ്ങളെ മൊത്തത്തിലും അല്ലാഹു ഉത്ബോധിപ്പിക്കുന്ന ഒരു ആയത്താണിത്. ഖിയാമത്ത് വരെയുള്ള സകല മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിരന്തരം നാം ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകത്തി നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കൈകളെ ഇട്ടേക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശുക്ക്, കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല എന്നാണ്. ഒരു തരത്തിലുള്ള ഒരു വിജ്ഞാനയുള്ള ഒരു പ്രയോഗമാണത്. വഅശ്നു നിങ്ങൾ നന്നാക്കണം എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ അല്ലാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ തന്നെ നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു തൃപ്തിപ്പെടാത്ത മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ മുഹ്സിനീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നല്ലത് ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന്, അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നതിന് നിരന്തരം നാം അല്ലാഹു നൽകിയ ആ സമ്പത്തിൽ നിന്നും നാം ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. സകല സമ്പത്തിന്റെയും ഉടമസ്ഥനായ അഖില ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും സകല രക്ഷയും സമാധാനവും നൽകുന്ന ആ റബ്ബിന്റെ മാർഗത്തിൽ നാം ആ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിരന്തരം സമ്പത്ത് ചെലവഴിക്കണം എന്നാണ് ഈ ആയത്ത് മുഖേന നമുക്ക് അല്ലാഹു നൽകുന്ന സന്ദേശം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.